അപ്പോൾ ഇന്ന് ഞങ്ങൾ സലാല ട്രിപ്പിലെ ഡേ 3 ആണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ആക്ച്വലി ഫ്രൈഡേ കൂടെ ആയതുകൊണ്ട് എന്താ പറയുക, പള്ളിയൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് നേരം അങ്ങനെ പോകും. അപ്പോൾ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സ് മാറ്റണം. അപ്പോൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ പോലെ തന്നെ ഇവിടെ അടുത്ത് നമ്മുടെ കേരള ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കണം. അപ്പം എല്ലാവരും അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറ്റാനുള്ളൂ. ഞാൻ നേരത്തെ ഇറങ്ങി മാറ്റാൻ മേക്കപ്പൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പം ഇതവിടെ മാറ്റിയിട്ട് അമറൂനെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വരട്ടെ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് മേക്കപ്പ് മാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോയാൽ എനിക്ക് ആർക്കും എനിക്കറിയാം. ഇന്നത്തെ അവസ്ഥ അങ്ങനെ ഇരുന്നു. അമ്മൊരു ചുന്നരനേക്കണ്. അവൻ പോവാ. എല്ലാവർക്കും ഇപ്പൊ ചോറ് തന്നിട്ട് പായസം നമ്മള് തിന്നുണ്ടാ. പായസം നല്ല ചൂടാ. നല്ല ചൂടുണ്ട് മോളെ. പ്രകൃതി തിന്നാൻ പറ്റുന്ന ഒരു സാധനം ഫ്രൂട്ട്സ് മാർക്കറ്റ് പോവാം. ഫ്രൂട്ട് മാർക്കറ്റ് ഉണ്ട് എല്ലാ സ്ഥലത്തും. കരിക്കും തേങ്ങയും കൊണ്ടുപോയി ഇത് കാമ്പ് രസം ഉണ്ടാവില്ലല്ലോ. എനിക്കായിരുന്നേ ഡ്രസ് കോസ്റ്റ്യൂമില്ല. അതങ്ങനെയല്ല പിടിക്കണ്ടേ. അതിന്റെ സൈഡ് കുത്തണം, നല്ല വരുള്ളൂ. പ്രൊഫഷണലായിരുന്നു ഞാൻ. പ്രൊഫഷൻ പൊടിഞ്ഞു വീടോ. സൈഡ് കുത്തിയാൽ നല്ല വൃത്തി കിട്ടും. ഇത് തന്നു നോക്കടാ. ഇവിടൊക്കെ വെള്ളമായിരിക്കും. ഇവിടൊക്കെ വെള്ളാ. അപ്പൊ ഈ ബദം അവിടെ നിക്ക. ഏത് ബദം? ഈ ബദം മരല്ലേ. ഐ മീൻ ഇവിടെ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? അയിനത്തോം. ഓട്ടോമാറ്റിക് ചേഞ്ച് ആവുന്നുണ്ട്. അതാ പറഞ്ഞത്.
മച്ചിക്കാ എന്തുവാണ് പപ്പ പറ്റോട് എന്ത് വാങ്ങി തരുമോ തന്നെ നൈസോന് ഇഷ്ടമുള്ള മച്ചിക്ക് ഒന്ന് വാങ്ങിക്കും ഇഷ്ടമുള്ള മച്ചിക്ക് ഇവിടെ വെള്ളമുണ്ട് വെള്ളമുണ്ട് കഴിച്ചോ ടിയേഴ്സ് ഉണ്ടാവും ലയൺ ഉണ്ടാവും ടൈഗർ ഉണ്ടാകും വാദി ദർബാൻ ദർബാത്ത് നല്ല ഭംഗിയുണ്ട് അതേപോലെ ഇവിടെ ഫേമസ് വാദി ഇല്ലേ മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലാതെ വേറെ ഒന്ന് ചാടുന്ന മേലെന്ന് ചാടുന്ന ഒരു കുളം റീൽസിലൊക്കെ എത്ര ക്യാമറ 1000 ഈ സമയത്ത് നല്ല ഭംഗിയിട്ടത് Your destination is on the right. ഇത് നല്ല വേർത്താട്ടോ ഇന്നത്തെ ഇപ്പൊ വന്ന മുതലായത് ഇല്ല ചൂട് നല്ല ഭംഗിയുണ്ടാവും കാലിട്ടിരുന്നാലോ കുറച്ച് പെഡിക്യൂർ കിട്ടും അവിടെ നല്ലതാ നമ്മളെ ഇത് കാലിന് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞങ്ങള് ഫ്രണ്ട്സെ കൂടി പോയതാ ചവക്കട അക്വേറിയം അല്ലേ ഫിഷിന്റെ ഒക്കെ ബീച്ച് എന്തൊക്കെ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും ഓടി ഞങ്ങൾ കുറച്ച് ടീംസ് എല്ലാം പോയി പിന്നെ അന്ന് എന്താ പറയാ അല്ല എല്ലാവരും ഉണ്ടായതുകൊണ്ട് നമ്മളിതിൽ കയറി 3D കയറി കുറച്ചാക്കിയിട്ട് ചോദിക്കും ഇതേ മെയിൻ അടിപൊളി സീനറിയാ VIP ടിക്കറ്റ് അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് VIP ടിക്കറ്റ് അങ്ങോട്ട് തേക്ക് വരുന്ന ഇസോ ക്യാമല് വരി വരുന്നുണ്ടല്ലോ എവിടുന്ന് കല്യാണം കഴിഞ്ഞ് വരിക തോന്നുന്നു അല്ല ശിവ എവിടുന്ന് കല്യാണം കഴിഞ്ഞ് വരിക തോന്നുന്നു ആ ക്ഷീണുണ്ട് മൊത്ത് അത് കണ്ടിട്ടില്ല ആ ഭാഗം ബാക്ക് വേണ്ടോക്കടാ
വെള്ളത്തിൽ തന്നെ അല്ലേ? ഓസിന്റെ തല എവിടെ? കണ്ണെവിടെ? എവിടെ? ഓസൊക്കെ തിന്നു. വാവ്, അടിപൊളി ഉണ്ട്. ഇതൊക്കെ ഞാനതിന് അപ്പുറം ചാടിക്കിടന്നാണ് അവൻ്റെ വിചാരം. ഇതൊക്കെ ഞാൻ ഡെയിലി ചെയ്യണതാ. ഞാനെത്തി മക്കളെ, ഞാനെത്തി. എനിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ നടന്നോളെ. വീഡിയോ എടുക്കണോ? ആരെങ്കിലും വന്ന് എനിക്ക് പോവായിരുന്നു. അപ്പൊ ബോട്ട് ഓടിക്കുക. ഇതൊക്കെ നമ്മള് തിരിയുന്ന ബോട്ട്. ഞാനൊന്ന് ടെൻഷൻ ഓടിക്കാൻ കിട്ടാൻ വെള്ളം എവിടെ? അന്നിപ്പോ നമ്മള് മുന്നിൽ കയറിയ കൂട്ടുകാര് ഡെക്കോട് പിന്നെ ഇങ്ങനെ എടുത്ത് കന്നഡ ഒന്നും വേണ്ട. ഇല്ലടേ, ഒന്നും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ചിരിച്ച പക്ഷെ അതല്ല ഫ്രണ്ട്, അപ്പുറത്തെ സൈഡാ ഫ്രണ്ട്. എപ്പുറത്തെ സൈഡ്? രണ്ട് ടയറും ഫ്രണ്ടിലും ഒരു ടയർ ബാക്കിലും. ഈ വണ്ടിൻ്റെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഹോഴ്സ് സവാരിയും ചെയ്തു ലൈഫിൽ ആദ്യമായിട്ട്. സലാലയുടെ മെയിൻ സ്പോട്ടായ വാദി ദർബാറിലെ എക്സ്പ്ലോറിങ് കഴിഞ്ഞു. വാദി ദർബാത്തിലെ എക്സ്പ്ലോറിങ് കഴിഞ്ഞു. ലൈഫിൽ ആദ്യമായിട്ട് ഹോഴ്സ് സവാരി ചെയ്തു, അതുപോലെ തന്നെ ബോട്ടിങ്ങും ചെയ്തു. ലൈഫിൽ ആദ്യമായിട്ട് കുറേ കാലമായിട്ട് ഒരു ആഗ്രഹമായിരുന്നു. നാട്ടിൽ നമ്മളെവിടെയൊക്കെ പോകണം എന്നൊക്കെ. എന്നിട്ട് ആലപ്പുഴയൊക്കെ പോകണം, ബോട്ടിങ് കഴിയണം. ആലപ്പുഴ ഇതേപോലെ നിലമ്പൂർ എടുക്കില്ലേ, എവിടെക്കോ പലരും പോകണം. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ സലാല് നമ്മൾ ചെയ്തു. യെസ്, നെക്സ്റ്റ് എടുക്കാം. വാദി ദർബാദ് കഴിഞ്ഞു. നെക്സ്റ്റ് എടുക്കാം. വാദി ദർബാദ് നെക്സ്റ്റ് ഏരിയ ആണ്. നെക്സ്റ്റ് എവിടാ? വാദി ദർബാദിന്റെ ഒരു വേറെ ഏരിയ, അതർ സൈഡ്. ലാസ്റ്റ് വൺ വാദി ദർബാദിന്റെ ഒരു അതർ സൈഡ് കൂടി ഉണ്ട്. അപ്പൊ വെള്ളം പൊന്തോ? റോഡ് മേലോ? ആ ഏരിയ ആണോ നീ? അതാണോ ഫിറോസ്ക? ആ കയറ്റാണോ? അങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്.
നമ്മള് ഏതായാലും പുറത്തിറങ്ങി കുപ്പിയൊക്കെ വെച്ച് നോക്കട്ടെ. ഞങ്ങളെന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നടക്കുമെന്നുള്ളത്. ഒരു മാജിക് നമുക്ക് മാജിക് കാണാം. ആ മലന്റെ മേലെ നോത്തൂല, ആ മലിന്റെ മുകളിലേക്ക് കോട കാണുന്നുണ്ട്. മലന്റെ അടുത്തേക്ക് നല്ല കോട ഉണ്ട്. ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. ഒന്നും കൊടുക്കുന്നില്ല, കേറുന്നതാ. ജബൽ സുൽത്താനില്ലേ? ആ പോണ്. എങ്ങനെ ഇത് ആക്ച്വലി കയറ്റല്ലേ? ഫുൾ വെള്ളം അവിടെ വെച്ച് ഇപ്പൊ ഞങ്ങള് നിക്കുന്നതിന്റെ മുകളിൽ താഴോട്ട് വരുന്നവർക്കും കൂടുതൽ വെള്ളം മുകളിലേക്കല്ലേ പോകുന്നത്, കയറ്റല്ലേ? അവിടെ നിന്ന് വെച്ചോണ്ടിരിക്കുക മേലോട്ട്. ആ ശരിയാണ്, അങ്ങോട്ടേക്കാണ് അതിന്റെ ഗ്രാവിറ്റി പോണില്ലേ? അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഗ്രാവിറ്റിയിൽ നിക്കുന്നതിന്റെ ഈ റോഡ് തന്നെയാണോ, മേലോട്ടുള്ള റോഡ് തന്നെയാണോ മറ്റേ ജബൽ സുൽത്താൻ? ആ വണ്ടിയാ പോണ്, അങ്ങനെ പോണ്. അതും കയറ്റാണ്, ഇതും കയറ്റാണ്. കിട്ടാലും വേണ്ടി തനിയെ പോവും. ഇത് ഗ്രാവിറ്റി ഏരിയയാണേ. മിസ്സിന് കാണിച്ചിട്ട് മറ്റേ വെള്ളം ഒഴിച്ചിട്ട് ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ ഇന്നലെ പോയിരുന്നു. നമ്മൾ വണ്ടി ഓഫ് ആക്കി ഇട്ടാല്, ന്യൂട്രൽ ഇട്ടാല്, ആക്സിലേറ്റർ ഇട്ടില്ലെങ്കിലും വണ്ടി തനിയെ മൂവ് ചെയ്യും. ഇതാണ് ഗ്രാവിറ്റി ഏരിയ. ഈ കണ്ടില്ല, ഒരു വണ്ടി തന്നെ പോയിട്ടാ. ആ എന്നെ എത്ര വിളിച്ചു പറയോ, അങ്ങായിരുന്നു. നോക്കിക്കോട്ടാ, ചിലപ്പോ ഇവര് പോവണ്ടോ, ഇവരൊന്നും പോകുന്നില്ല ട്ടാ. വണ്ടി പോണത് ഒരു നിർത്തിയിട്ടാ എന്നിട്ട് പോവാ, തനിയെ പോവാ, തനിയെ പോവാ. വണ്ടി വരുന്നുണ്ടേ, വെയിറ്റ്. ഓ നോക്കാണ്, വണ്ടി വരുന്നുണ്ട്. അതിനൊന്നും അത് മൂടില്ല. കൈൻ ഹേർട്സ് ആവും. മൂവ് ആവുണ്ടല്ലേ? അല്ല ലൈറ്റ് എടുക്കണ്ടില്ലേ, നോട്ടിലിടുമ്പോ ലൈറ്റ് എത്തുക. മൂവാണ്ടത് ആ ലൈറ്റ് ന്യൂട്രലപ്പോ നമ്മളെന്നെ കാരണം നമുക്കത് കയറി നോക്കിയാലോ മൂവാവെന്നറിയാം. ബ്യൂട്ടിഫുൾ മോസ്ക്. ഇവിടെ നിസ്കരിച്ചിട്ട് നമുക്ക് സ്പോട്ട് വരെ പറ്റില്ല, ഇവിടെ നിസ്കരിക്കാൻ വന്നാൽ നിസ്കരിച്ചിട്ട് കുട്ടികളെ പാർക്കിലും കൊണ്ടുപോയിട്ട് നേരെ റൂമിലേക്ക് രാവിലെ ഇറങ്ങണം. യെസ്, ഫോട്ടോ എടുക്കണം, നല്ല സെറ്റ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുത്താലോ? അമ്മര് വരുന്നില്ല, കൈ പിത്തെന്ന് പറഞ്ഞാണ്ട് നടക്കുക. ഇതോടുകൂടി ഇവിടുത്തെ പാർക്ക് കഴിഞ്ഞിട്ടാ നമ്മൾ നാട്ടിൽ ഗോപുരം പോവില്ല, മസ്കറ്റ് പോവില്ല. ഓക്കെ, റെഡിയാണ്. അതന്നെ ഈ വായിക്കൂടെ എടുത്തോ. അല്ല അങ്ങോട്ടൊന്നും പോകണം, 100 വണ്ടി ഉണ്ട്, ശ്രദ്ധിച്ച് പിടിക്കണം കേട്ടോ. സംഭവം പായം കഴിഞ്ഞിക്കണേ.
ട്രംബോളിയിലൊക്കെ പ്രായം സത്യം നമ്മൾ കഴിഞ്ഞ് നിൽക്കണം. അതാണ് പ്രായത്തിൽ ഓരോ മൂടല്ലേ. അപ്പൊ ഇന്നത്തെ അവസാനിച്ചു അല്ലേ? ബൈ പറ. നൈസ്. Bye.